വന്യജീവി ആക്രമണം എന്നും ദുരിതം വിതയ്ക്കുന്ന രണ്ട് ജില്ലകളാണ് വയനാടും ഇടുക്കിയുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. നമ്മൾ ഈ മെഗാ ലൈവത്തോൺ തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് തലപ്പുഴയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ആ കാൽപ്പാട് പ്രേക്ഷകർ കണ്ടിരുന്നില്ലേ? കർഷകരുടെ പ്രശ്നങ്ങൾ അന്വേഷിച്ചു പോയപ്പോൾ റിപ്പോർട്ടർ വാർത്താസംഘത്തിന്റെ വാഹനത്തിന് നേരെയും കാട്ടാന പാഞ്ഞെടുത്തു. ആ ദൃശ്യങ്ങളിലേക്കാണ്. ദീപക് മോഹനും സംഘവുമാണ് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത്. ദീപക് മോഹൻ, കാട്ടാന ആക്രമണത്തിന് നേരിട്ട് തന്നെ സാക്ഷിയാകേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു അല്ലേ കഴിഞ്ഞ ദിവസം? തീർച്ചയായും സുജ, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് തിരുനെല്ലി പനവല്ലിയിലെ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം രാത്രിയിൽ അവരുടെ വിളകൾക്കൊക്കെ അവർ കാവൽ നിൽക്കുന്ന ഷൂട്ടുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആ മേഖലയിലേക്ക് പോയത്. ആ സമയത്താണ് പോകുന്ന വഴി തന്നെ നമ്മൾ 4-ലധികം ആനകൾ പല ഭാഗങ്ങളിലായി നിൽക്കുന്നത് കണ്ടു. പെട്ടെന്നാണ് നമ്മൾ പോകുന്ന വഴിയിൽ റോഡിന് നടുവിലേക്കൊരു പിടിയാന, വലിയൊരു ആന വന്നത്. ആ ആന നമ്മുടെ വാഹനത്തിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. പക്ഷേ നമ്മളുടെ ഡ്രൈവറുടെ മനസാന്നിധ്യം കൊണ്ടാണ് ഒരു അപകടത്തിൽ നിന്ന് നമ്മൾ ഒഴിവായത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ആ മേഖലയിലുള്ള കർഷകർ അവർ നെല്ലായിക്കോട്ടെ, വാഴയാണെങ്കിലും കാപ്പിയാണെങ്കിലും ഒക്കെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ്. കൃഷി ചെയ്താൽ തന്നെ അത് വിളവെടുക്കണമെങ്കിൽ രാത്രി മുഴുവൻ കണ്ണ് നട്ട് കാത്തിരിക്കണം. കണ്ണ് നട്ട് കാവലിരുന്നാൽ മാത്രമേ ആ വിളകൾ അവർക്ക് പിന്നീട് വിളവെടുത്ത് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലാണ്. ഇല്ലെങ്കിൽ കണ്ണൊന്ന് തെറ്റിയാൽ അവരുടെ കൃഷിയിടത്തിൽ ആന ഇറങ്ങി അത് മുഴുവൻ നശിപ്പിക്കും. അത്തരത്തിലുള്ള നിരവധി പേർ, അതായത് ഈ പനവല്ലി ഭാഗങ്ങളിലൊക്കെ റോഡ് സൈഡിലും ഒപ്പം കൃഷിയിടത്തിന് സൈഡിലൊക്കെ ഏറുമാടങ്ങളൊക്കെ കെട്ടി, കാവൽപ്പുറങ്ങളൊക്കെ കെട്ടി കാവൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു സുജ. ഓക്കെ, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ദീപക് പറഞ്ഞത് കണ്ടില്ലേ? ആന നേരെ വരുന്നതാണ് അവിടെ കണ്ടത്.